ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദ്യാസ് രസോയ്. അപ്പോൾ ഇന്ന് ഞാൻ എന്താ തയ്യാറാക്കുന്നതെന്ന് അറിയാമോ? നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ട്രീറ്റ് ഫുഡായ പാവ് ഭാജിയാണ്. എല്ലാവർക്കും ഇഷ്ടമാണോ പാവ് ഭാജി? അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണോ നമുക്ക് പെട്ടെന്ന് നോക്കാം. കാശ്മീരി ചില്ലി പൗഡർ, ടെർമറിക്, ക്യാപ്സിക്കം, ടൊമാറ്റോ, പൊട്ടറ്റോ, പിന്നെ ഒണിയൻ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമണ്, കസൂരി മേത്തി, പാവ് ഭാജി മസാല, ഇത് മസ്റ്റാണ്. പിന്നെ കൊറിയാൻഡർ ലീഫ്, ഗ്രീൻ പീസ്, സാൾട്ട്, പിന്നെ ബട്ടറും വെള്ളവും ഞാനിവിടെ കാണിക്കുന്നില്ല. അത് നമുക്ക് പാകത്തിന് ചേർക്കാം. അപ്പം നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടറാണ് ആദ്യമേ ചേർക്കുന്നത്. ഇടയ്ക്കൊരു ലൈറ്റിൻ്റെ പ്രോബ്ലം വന്നതുകൊണ്ട് ഇത് ഇടുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ടൊമാറ്റോയും നമ്മുടെ ഗ്രീൻ പീസ്, ക്യാപ്സിക്കം, പൊട്ടറ്റോ, ഇത്രയും സാധനവും പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊരു 20 മിനിറ്റ്സ് എങ്കിലും ഇത് അടച്ച് വെക്കണം. നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടണം, അതിന് വേണ്ടിയാണ്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഗ്രീൻ പീസ് കുറച്ചും കൂടി കുക്കാകാനുണ്ട്. ഇനി മസാലയൊക്കെ ചേർത്ത് കുക്കാവുമ്പോൾ കുറച്ചുകൂടി കുക്കായിക്കോളും. പിന്നെ ഞാനിത് ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നോർമലായിട്ടുള്ള ഗ്രീൻ പീസ് എടുക്കുന്നെങ്കിൽ അത് ഒരു 1 ഹവറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്, പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ പിന്നെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ് അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു മത്ത് പോലെ, നമ്മുടെ മോര് കടയുന്ന പോലത്തെ ഒരു നന്നായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നൊരു സാധനമുണ്ട്. നമുക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നോർമൽ തവി വെച്ചിട്ട് തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്കൊരു എളുപ്പപ്പണി ചെയ്യാം. ഇത് നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റിയിട്ട് നടുക്കൊരു സ്പേസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ സൈഡിൽ ബട്ടർ വെച്ചിരുന്നതാണ്, അതിപ്പോൾ ഗീ ആയിട്ട് മാറിയിട്ടുണ്ട് ചൂട് കൊണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ കൊത്തിപ്പൊടിച്ച് വെച്ചിരിക്കുന്ന ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, നമ്മുടെ മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയാണ്. വേണ്ടവർക്ക് കളറ് ചേർക്കാം. ഞാൻ കളറൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇത്ര കൂടുതൽ ചേർക്കുന്നത്. ഇത് പാവ് ഭാജി മസാലയാണ്. ഇതെന്തായാലും ചേർത്തേ പറ്റത്തുള്ളൂ, എങ്കിൽ മാത്രമേ പാവ് ഭാജിയുടെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. പിന്നെ കസൂരി മേത്തിയും വേണം. ഇതിപ്പോൾ എല്ലാ ഷോപ്പുകളിലും കിട്ടും. പിന്നെ നമ്മൾ ഒരു മുറി ലെമൺ ജ്യൂസും കൂടി ചേർക്കുകയാണ്. പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീഫ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ പാകത്തിന് പിന്നെ വെള്ളമൊക്കെ ചേർത്ത് വീണ്ടും ഒരു 20 മിനിറ്റ്സ് കൂടെ അടച്ച് വെക്കണം. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കുക്കായി നന്നായിട്ട് കിട്ടും. ഇത് നമുക്ക് പാവിനോടൊപ്പം തന്നെ അല്ല കഴിക്കാൻ പറ്റുന്നത്, ചപ്പാത്തിയോടൊപ്പം കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. സ്ട്രീറ്റ് ഫുഡുകളെല്ലാം തന്നെ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പം ഞാൻ ആദ്യമേ 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനിയിപ്പോൾ വീണ്ടും 1 കപ്പ് കൂടെ ഒഴിച്ചു. പിന്നെ ഒരു 2.5 കപ്പ് വെള്ളത്തോളമാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീട്ടിലെ ആളിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് ഇത് കുറച്ച് എന്തായാലും കുറച്ച് കറി കൂടുതൽ വേണം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അത്ര ടേസ്റ്റിയാണ്. നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളും അറിയണ്ടേ നോർത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ. അപ്പം ഇതിനോടൊപ്പം കഴിക്കാവുന്ന ബണ്ണാണിത്. ഇത് പാവ് ഭാജി ബണ്ണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഷോപ്പുകളിലെല്ലാം കിട്ടുന്നത്. നാട്ടിൽ കിട്ടുന്നത് എനിക്കറിയത്തില്ല. ഇവിടെ മിക്കവാറുമുള്ള എല്ലാ ഷോപ്പുകളിലും കിട്ടാറുണ്ട്. ഇതിപ്പം നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം. ഒരു 20 മിനിറ്റ്സ് തന്നെ വെക്കേണ്ടി വരും നമ്മൾ നന്നായിട്ട് അടച്ചിട്ട്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കൊറിയാൻഡർ ലീഫ് കൂടൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിരിക്കാം. ഇനി അപ്പോഴത്തേക്കിന് നമുക്ക് ബണ്ണ് റെഡിയാക്കാം. കുറച്ച് മസാല എടുത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലി പൗഡറും പിന്നെ പാവ് ഭാജി മസാലയും. നമുക്ക് ആ ബണ്ണിലൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമ്മളൊരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബണ്ണെടുത്തിട്ട് ആ ബണ്ണ് നമ്മൾ നടുവേ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് വരഞ്ഞ് ഒന്ന് തുറന്നെടുക്കും, മൊത്തമായിട്ട് അടത്തി കളയത്തില്ല. അങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് ബട്ടറും പിന്നെ ഞാൻ ആ കാണിച്ച മസാലയും കൂടി ഒന്ന് ചേർക്കും. ഒന്ന് തേച്ചിട്ട് നമ്മൾ ഇതിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ബട്ടറൊക്കെ ഇപ്പോൾ അത് ഗീ പോലെ ആയിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തു വെച്ചിരുന്നിട്ട് നല്ല ചൂടല്ലേ, ജസ്റ്റ് ഇത്രയൊന്ന് തേച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ തിരിച്ച് ആ ചൂടായിരിക്കുന്ന പാനിലേക്ക് അങ്ങ് വയ്ക്കും. ഇതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് ബട്ടറൊക്കെ ഒന്ന് പുരട്ടിയായിരുന്നു. എന്നിട്ട് ഇതിനി നമ്മൾ തിരിച്ചു മറിച്ച് വിട്ടൊന്ന് മൊരിച്ചെടുക്കും. എന്താ സ്മെല്ലെന്നറിയാമോ? സൂപ്പർ സ്മെല്ലാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എൻ്റെ നന്ദുവിന് ഭയങ്കര ഇഷ്ടമുള്ളതാണ് പാവ് ഭാജി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാനൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ പാവ് ഭാജി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ഒന്നും തരാൻ മറന്നു പോകരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. ഓക്കെ, ബൈ ബൈ.